ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് വരുന്നത് ബലൂൺ ഫ്രോക്കാണ് കേട്ടോ. ബലൂൺ ഫ്രോക്കിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൽ നമ്മൾ ബോഡി പാർട്ട് ഭാഗം നമ്മൾ സാധാ പോലെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സ്കേർട്ട് ഭാഗത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കുന്നതോ പിന്നെ അതിൻ്റെ അളവിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ബോഡി പാർട്ട് ഭാഗമാണ് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ബോഡി പാർട്ട് നമ്മൾ സാധാ ബോഡി പാർട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു തുണിയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ബോഡി പാർട്ടിനുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ തുണി എങ്ങനെ നാലാക്കിയിട്ട് മടക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കുക. ആ ഒരു ലെങ്ത്ത് നമ്മൾ സെയിം ലെങ്ത്ത് തന്നെ എടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് നോക്കുക. ചെസ്റ്റിൻ്റെ അളവിനോട് കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ആ ഒരു വീതിക്ക് നമ്മളിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ 4 പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലൊന്ന് ബോഡി പാർട്ടിൻ്റെ അളവുകളൊന്ന് മെഷർമെൻ്റ് ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തുണി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ നെക്കിൻ്റെ വിഡ്ത്താണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തി അതേപോലെ നെക്കിൻ്റെ ലെങ്ത്തും കൂടെ അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ ഒരു ബോക്സ് ആക്കിയിട്ടൊന്ന് വരക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് വേണ്ടത്. ഷോൾഡറിനോട് കൂടെ നമ്മുടെ ഷോൾഡറിൻ്റെ അളവിനോട് കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി. പിന്നെ നമ്മൾ ആം ഹോളാണ് അടയാളപ്പെടുത്തുന്നത്. അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റാണ് അടയാളപ്പെടുത്താനുള്ളത്. ചെസ്റ്റിനോട് കൂടെ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് ചെസ്റ്റ് അടയാളപ്പെടുത്തി. പിന്നെ നമുക്ക് വേണ്ടത് വിഡ്ത്താണ് കേട്ടോ. ഷേപ്പ് നമ്മൾ അടയാളപ്പെടുത്തി. അപ്പോൾ ഇത് നമ്മൾ സാധാ ബോഡി പാർട്ടിൻ്റെ അളവുകൾ തന്നെയാണ് കേട്ടോ. ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഫ്രണ്ട് നെക്ക് വേറെ ബാക്ക് നെക്ക് വേറെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ ഇതൊരു ഓർഗൻസ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് കട്ടിങ് കുറച്ചൊരു പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് പിൻ ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബോഡി പാർട്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെയിം അളവിൽ തന്നെ നമുക്ക് ഇതിനൊരു ലൈനിങ് പീസ് കൂടെ വേണം കേട്ടോ. അപ്പോൾ ആ ഒരു ലൈനിങ് പീസിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്യാതെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബോഡി പാർട്ട് ഭാഗത്തിൽ നമ്മൾ വേറെ ചേഞ്ചസ് ഒന്നും വരാത്തതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. ഇനി ഇതിൻ്റെ സ്കേർട്ട് ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ തുണിയെ നമ്മൾ 4 ആക്കിയിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫുൾ ലെങ്ത്ത് എത്രയാണ് നമുക്ക് ബോഡി പാർട്ടിൻ്റെ സ്കേർട്ട് ഭാഗത്തിൻ്റെ ലെങ്ത്ത് ബോഡി പാർട്ട് കൂട്ടാതെ സ്കേർട്ട് ഭാഗത്തിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി അതിനോട് കൂടെ നമ്മളൊരു 5 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫുൾ ലെങ്ത്തിനോട് കൂടെ 5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. നമ്മൾ സാധാ എടുക്കുന്ന അളവിനേക്കാളും ഒരു 5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ 7x3 നമ്മുടെ ചെസ്റ്റിൻ്റെ 3 മടങ്ങ് ആണ് കേട്ടോ. അതിലൊന്നും ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ 7ൻ്റെ 3 മടങ്ങാണ് നമ്മൾ ഇതിന് വിഡ്ത്തായിട്ട് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ലൈനിങ് ആണ്. അപ്പോൾ ലൈനിങ്ങിൻ്റെ കട്ടിങ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ 4 പീസാക്കിയിട്ട് മടക്കിയിട്ട് നമ്മൾ ഇതേപോലെ തുണി വെക്കുന്നുണ്ട്. ലൈനിങ് പീസ് കേട്ടോ. 4 പീസാക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നമുക്കിപ്പോൾ എത്രയാണ് ഫ്രോക്കിന് ലെങ്ത്ത് വേണ്ടത് ആ സെയിം ലെങ്ത്ത് ആയിരിക്കണം നമ്മൾ ഈ ഒരു ലൈനിങ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ഞാനിവിടെ 17 ഇഞ്ചാണ് ലൈനിങ്ങിൻ്റെ ലെങ്ത്തായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ മുകളിലൊന്ന് വരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോഡി പാർട്ട് ഭാഗം ഉണ്ടല്ലോ ആ ഒരു പീസ് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ എത്രയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്? ഒരു 7.5 ഇഞ്ചാണ് വിഡ്ത്താക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 7.5 ഇഞ്ചിൽ നിന്ന് നമ്മളൊരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 7 ഇഞ്ചാണ് നമ്മൾ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുക കേട്ടോ. വിഡ്ത്തായിട്ടൊന്ന് അടയാളപ്പെടുത്തുക.
മനസ്സിലായില്ലേ? നമുക്ക് എത്രയാണോ വിഡ്ത്ത് കിട്ടിയിട്ടുള്ളത് അതിൽ നിന്ന് നമ്മൾ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് എഴുതേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു വിഡ്ത്തിൻ്റെ ഇരട്ടിയാണ് നമ്മൾ താഴെ അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. ഇവിടെ നമുക്ക് 7 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു 7ൻ്റെ ഇരട്ടി നമ്മൾ താഴ്ഭാഗത്ത് അടയാളപ്പെടുത്തുക. ഇവിടെ 14 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? വിഡ്ത്തിൻ്റെ താഴ്ഭാഗം വരുന്നത് വിഡ്ത്തിൻ്റെ ഇരട്ടി ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ലൈനാക്കിയിട്ട് വരയ്ക്കാം. ഇനി ഇതാ ഇവിടെ നമ്മൾ ഈ താഴ്ഭാഗത്തുനിന്ന് ഒരു 2 ഇഞ്ച് നമ്മൾ ഒന്ന് എക്സ്ട്രാ ഒന്ന് മുകളിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഫ്രോക്കിനൊരു താഴ്ഭാഗത്തൊരു തൂങ്ങൽ വരുമല്ലോ, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു കട്ടിങ് കൊടുക്കുന്നത്. ഇത് നമ്മളിങ്ങനെ ഇതൊന്ന് വരച്ചിട്ടെടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിങ് പീസ് വരുന്നത്. ലൈനിങ് പീസിൽ ഇങ്ങനെയാണ് കട്ടിങ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബോഡി പാർട്ടിൻ്റെ ലൈനിങ് കൂടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്ക് കട്ട് ചെയ്യാത്ത പീസാണ് കേട്ടോ ബോഡി പാർട്ടിന് വേണ്ടത്. ഇനി നമുക്ക് സ്ലീവ് വേണമെങ്കിൽ സ്ലീവും ചെയ്യാം, അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഈ ഒരു ഫ്രോക്ക്.